ഫ്രണ്ട്സ്, നമ്മളപ്പോ തൃശ്ശൂര് വന്നാണ് ചേച്ചിമാരുടെ വീട്ടിലേക്ക് പൂരല്ലേ. അപ്പൊ ചേച്ചിമാരുടെ വീട്ടിൽ വന്നപ്പോ അതില് മൂത്ത ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ വീട്ടില് കുറച്ച് ആക്കിയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് കുറെ സംഭവങ്ങളുണ്ട്. അതായത് അവിടുത്തെ എന്റെ അളിയനായിട്ട് വരിക, അളിയനും മോനും. അപ്പൊ അവര് രണ്ടുപേരും പഴയ സാധനങ്ങൾ കൊണ്ട് വീട്ടില് എന്തൊക്കെ ഉണ്ടാക്കാന്നുള്ളത്, ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും പുറത്തുനിന്ന് അധികം വാങ്ങില്ല. അവര് മൊത്തം അവരായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ടൂൾസും, അതിന്റെ ടൂൾസും ആ ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളും, പിന്നെ അവിടുത്തെ ഒരു ചെറിയ തിയേറ്റർ, ഹോം തിയേറ്റർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് റൂമില്. അതെല്ലാം കാണിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടാ. അപ്പൊ നമുക്ക് ചേച്ചിയുടെ വീട്ടിൽ പോവാം. ചേച്ചിയുടെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ വലിച്ചു വാരിയിട്ടാണ് എടുക്കണത്. പൂരാണ്, തൃശ്ശൂർ പൂരം. എല്ലാവരും വന്നാകെ താറുമാറായിട്ട് എടുക്കണത്. അപ്പൊ അതൊന്നും നമ്മളങ്ങനെ കാണിക്കുന്നില്ല. അവിടെ ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങള് അതാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. അപ്പൊ നമുക്ക് എന്നാ വീഡിയോക്ക് പോവാം, ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാം. ഇത് ചേച്ചിയുടെ മോൻ അക്ഷയ്, അവരെ വീഡിയോയിൽ മുന്നേ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ആളൊരു ചെറിയൊരു പുലിയാണ്. എല്ലാ സെറ്റപ്പ്, ആംപ്ലിഫയർ ഒക്കെ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവന്റെ മൊബൈൽ ഷോപ്പ് അവന്റെ വീടിന്റെ അപ്സ്റ്റെയറില് ഇവര് തന്നെ റൂമില് സെറ്റ് ചെയ്തിരിക്കുകയാണ്. പുറത്തൊന്നും ഒരു സാധനം വാങ്ങിയിട്ടില്ല ആ റൂം സെറ്റ് ചെയ്യാൻ. അപ്പൊ അതിന്റെ ഒക്കെ കാഴ്ചകളാണ് കേട്ടോ. നമുക്കപ്പൊ എന്തായാലും, ഇതിന്റെ പേര് അക്ഷയ്. ഓക്കെ, വീട്ടിലേക്ക് അപ്പൊ കാറൊന്നും കയറില്ല. ഇതിന്റെ തൊട്ടപ്പുറത്താണ് ചെറിയൊരു റോഡ് ഉണ്ട്. ആ റോഡ് വരെ വരുള്ളൂ. പിന്നെ അവിടെ നിന്നിട്ട് ഒരു ഇടവഴിയാണ്. ഇടവഴി കൂടെ വരിക. മൊബൈൽ ഷോപ്പ് സർവീസിങ് കേട്ടാ. എല്ലാ മൊബൈലും സർവീസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്സ്റ്റെയറില്. അപ്പൊ എന്തായാലും ഞാൻ അവിടെ കാണിച്ചു തരാം. ഇപ്പൊ എന്തായാലും ഞാൻ ചെറിയൊരു കാര്യം കാണിച്ചു തരാം. മുകളിൽ ഷീറ്റ് ഇട്ടേക്കണത് ഇത് കുറച്ച് പഴക്കമുണ്ട്. ഈ ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെ ഒരു ഫ്ലാറ്റിൽ പൊളിച്ചിട്ടുള്ള ആ പഴയ സാധനങ്ങള് കൊടുന്നിട്ട് ഇവർ തന്നെ നെറ്റ് ബോൾട്ട്, പിന്നെ അതേപോലെ കാല്, ഇതെല്ലാം ഇവര് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള കേട്ടോ. സംഭവം അടിപൊളിയാണ്. അത്യാവശ്യം ഇപ്പൊ ഒരു എത്ര വർഷമായിട്ട് ഇവിടെ അക്ഷയ്? 10 വർഷം. ഒരു 10 വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അയച്ച് പീസാക്കാൻ വന്ന സംഭവമാണ്. പിന്നെ അതേപോലെ തന്നെ അടുത്തത് ഈ ചെടിച്ചട്ടി. ഈ ചെടിച്ചട്ടി അക്ഷയ് ഉണ്ടാക്കിയതല്ലേ, കോൺക്രീറ്റ് കൊണ്ട്. ഇവിടുത്തെ ഒട്ടുമിക്ക സാധനങ്ങളും പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതല്ല. ഇതൊക്കെ ചെറിയ സംഭവങ്ങൾ, വലിയ വലിയ സംഭവങ്ങളുണ്ട്. നമുക്ക് എന്തായാലും ആകെ നമ്മൾക്കിവിടെ 3.5 സെന്റാണ് ഈ വീട് വരുന്നത്. ആകെയുള്ള സ്പേസ് കേട്ടോ. അതിൽ മൊത്തം വീടാണ്. ചെറിയ സൈഡിൽ കൂടെ ഒക്കെ ഇത്തിരി സ്ഥലമുള്ളൂ. ആ സ്ഥലത്ത് മൊത്തം ഒരു കൃഷികളും കാര്യങ്ങളും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പം കയറി വരുമ്പോൾ തന്നെ അതവിടെ കുറേ ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്പേസിൽ. പിന്നെ അതേപോലെ തന്നെ നമ്മളിത് വീട്ടിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ തന്നെ ഇതാ അവിടെ ഒരു സ്റ്റാൻഡ്, ഇതൊരു ചെറിയൊരു കുതിര പോലത്തെ സംഭവം കയറിക്കുള്ളത്. അത് ഒരു ഗ്രാനൈറ്റിൻ്റെ പീസും പിന്നെ മൾട്ടിവുഡൊക്കെ വെച്ചിട്ട് ഇതാ ഇവരുടെ ചെരുപ്പ് വയ്ക്കുന്ന ഒരു സ്റ്റാൻഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ സ്വന്തമായിട്ട് ഇവരത് ഒരു ഗ്രാനൈറ്റിൻ്റെ പീസ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇവരത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചൂളക്കട്ട വെച്ചിട്ട് കെട്ടി തേപ്പൊക്കെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ സെറ്റാക്കിയിട്ട് ഒരു ടൂൾസ് വെക്കാനുള്ളത് അല്ലേ. പിന്നെ ഇവരുടെ വർക്കിൻ്റെ മെറ്റീരിയലുകളാണ് പെയിൻറ്റ്, അതേപോലെ ഏതാണ്ട മൾട്ടിവുഡിൻ്റെ മറ്റേ ചെറിയ ഷീറ്റ്. പിന്നെ ഇവിടെ അവരുടെ ടൂൾസ്, ഈ വർക്കിൻ്റെ ഒക്കെ ചെയ്യാനുള്ള ടൂൾസുകളാണ് കേട്ടോ. എല്ലാ വക ടൂൾസ് ഐറ്റംസുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ അതിവിടെ ഒതുക്കി കച്ചടമില്ലാത്ത രീതിയിൽ. പിന്നെ ഇവിടെ കുറച്ച് ചെടികൾ കാര്യങ്ങൾ അത്രയൊക്കെ തന്നെയാണ്. സ്പേസ് എന്ന് പറയുന്നത് അധികം ഇവർ വേസ്റ്റ് ആക്കിയിട്ടില്ല. കംപ്ലീറ്റ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടാണ് കേട്ടോ. സിറ്റ് ഔട്ടിൽ ഒരു ഹെൽമെറ്റ്, നമ്മളിപ്പോൾ എല്ലാവരും ഹെൽമെറ്റ് കൂടുന്നതിന് ഇവിടെ തറയിലും മറ്റേ ടൈൽസിന്റെ മുകളിലേക്കല്ലേ വയ്ക്കുക. അപ്പോൾ അല്ല പാമ്പ്, പഴുതാര, പല്ലി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേ ഇവിടെ ഒരു ചെറിയൊരു ടേബിളിന്റെ പീസ് കട്ട് ചെയ്തിട്ട് സ്റ്റാൻഡ് ആക്കിയിട്ട് മുകളിൽ സേഫായിട്ട് ഹെൽമെറ്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് കിട്ടാ. അപ്പൊ അതിന് പുറത്തൊന്നും മേടിച്ചിട്ടില്ല, അവർ സെറ്റ് ചെയ്തിട്ടുള്ള തന്നെയാണ്. പിന്നെ ലിവിങ് ഹോളാണ്. അപ്പൊ അവിടെ സോക്കേഴ്സ് ഉണ്ട്, അതിൽ കുറച്ച് കാഴ്ചകളുണ്ട്. ഇത് വീട് മൊത്തത്തിലൊരു 15 വർഷം ആയിട്ട് കേട്ടോ. 5 വർഷത്തിന്റെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു മങ്ങലൊക്കെ ഉണ്ടാവും, അത് നോക്കണ്ട. പക്ഷെ ഇവരുടെ ഈ ഒരു നീറ്റായിട്ടുള്ള സംഭവങ്ങളൊക്കെ, കാറ് അതേപോലെ ആ ഷോക്കേസിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാട്ടാ. ഇവിടുത്തെ ചേട്ടൻ രണ്ടുപേരും, അത് സുരളിയൻ, എന്റെ അളിയൻ തന്നെയാണ്. ആളും ആളുടെ മോനും കൂടിയിട്ടുള്ള ഒരു വണ്ടി കളക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഫുൾ മെറ്റൽ ബോഡിട്ടാ. പണ്ട് കാലത്തെ രാജാക്കന്മാരുടെ വണ്ടി മുതല് ഫുൾ ബോഡി ആയിട്ടുള്ള വിമാനം, ഹെലികോപ്റ്റർ, ആംബുലൻസ്, എല്ലാ വക ഐറ്റംസും ഉണ്ട്. ഇതിപ്പോ മെറ്റൽ ബോഡി ഒരു വണ്ടിക്ക് ഇപ്പൊ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉള്ള വണ്ടിയാണ്. ഈ മുകളിൽ കാണിച്ചു കൊടുത്തേ ഒരു പണ്ടത്തെ രാജാക്കന്മാരുടെ വണ്ടിട്ടാ.
അതായത് ഈ സംഭവം ഈ വണ്ടി അല്ല, ഈ വണ്ടി ഇത് മെറ്റൽ ബോഡിയാണ്, ഫുൾ മെറ്റൽ ബോഡിയാണ്, എല്ലാം മെറ്റൽ ബോഡി തന്നെയാണ്. പക്ഷെ അത് കുറച്ച് വലിയ സൈസ് കൂടിയിട്ടുള്ള വണ്ടിയാണ്. ഡോറൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പൊ അത് കാരണം ഇതൊക്കെയാണ് ഉള്ള കളക്ഷൻ. മൊത്തം കാണിച്ചു കൊടുക്കുക എല്ലാ വണ്ടികളും. മെറ്റഡോറ്, ഈ മെറ്റൽ സെക്ഷൻ ഈ സംഭവം ഈ വണ്ടികളാണ് ഇത്. യെസ്, ഇതിന്റെ ഉള്ളില് ലൈറ്റ് ഇല്ല കേട്ടോ. ലൈറ്റ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് അടിപൊളി എടുക്കാം. ഇത് ഫുൾ മെറ്റൽ ബോഡിയാണ്. ഞാന് ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇത് ഇവിടെ ഈ സൈഡില് ഇത് മൊത്തം പിള്ളേരെടുത്ത് കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആളെ ഞാൻ സ്ക്രൂ ചെയ്ത് വെച്ചേക്കാട്ടോ. എന്റെ മുകളിൽ ഈ ഗ്ലാസ് ഫ്രെയിമിന്റെ മുകളിൽ സ്ക്രൂ ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ഈ ഫ്രെയിം ഇട്ടാ, ഈ ഷോക്കേസിന്റെ ഈ ഫ്രെയിം മൊത്തം ഇവര് സെറ്റ് ചെയ്തിട്ടുള്ള തന്നെയാണ്. ഇതും പുറത്തൊന്നും മേടിച്ചിട്ടില്ല. ഈ ഗ്ലാസ് ആയിട്ട് ഇത് ഇവർക്ക് എവിടുന്ന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ അവര് ഇവിടുന്ന് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആളെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. വേറെ ആരെയും വിളിച്ചിട്ടില്ല. ഈ സീനറി ഒരു 10 വർഷമായിട്ട് വരച്ചിട്ട്. ഇത് വരച്ചത് എന്റെ വീട്ടിൽ വരച്ചിട്ടുള്ളത് ഞാൻ കാണാൻ പറ്റും വീഡിയോയില്. അമ്മായിയുടെ മോനാണ്. അമ്മായിയുടെ ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. മൊത്തം ഇതേപോലെ ഗൾഫിലൊക്കെ പോയിട്ട് നല്ല ആർട്ട് വർക്കൊക്കെ ചെയ്ത് എല്ലാം സെറ്റ് ആയിട്ട് വന്നിട്ടുള്ള ആളാണ്. അപ്പൊ ആളുടെ കലാവിരുദ്ധകളാണ് ഇവിടെ പെയിന്റിങ്ങില്. 10 വർഷം കഴിഞ്ഞു. അപ്പൊ നീറ്റായിട്ടാണ് എടുക്കുന്നത്, അത്രയും ഭംഗിയായിട്ട്. പിന്നെ ഇവിടെ നമ്മുടെ അടുത്തത് ഏതാ, ഈ ആംപ്ലിഫയർ. ഇത് വലിയ നമ്മുടെ 12 ഇഞ്ചിന്റെ JBLന്റെ സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഇവിടുത്തെ മോൻ തന്നെ ചെയ്തിട്ടുള്ളത്, അക്ഷയ്. അപ്പൊ അതിന്റെ ലാസ്റ്റ് ഇതപ്പോ പൂരത്തിന് വരുന്നിട്ട് മുന്നേ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നലെ വർക്ക് കഴിഞ്ഞുള്ളൂ. ഇതിന്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ച് കഴിഞ്ഞാൽ എത്രത്തോണ്ട് ഉണ്ട് എന്ന് അറിയാൻ പറ്റില്ല. എന്തായാലും ഞാൻ കോപ്പറേറ്റ് വരുന്ന കാരണം അധികം ഞാൻ എന്തായാലും ഇതിന്റെ സൗണ്ട് ഞാൻ കേൾപ്പിക്കണില്ല. പിന്നെ ഇതിന്റെ അടിയിലാണ് നമ്മുടെ ഇതിന്റെ സബ് കൊടുത്തേക്കണത്. ശരിക്കും ഒരു തിയേറ്റർ മോഡലിലെ സൗണ്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ അടിയിലേക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ. ആ സ്പീക്കർ 12 ഇഞ്ചിന്റെ 12 ഇഞ്ചിന്റെ വലിയ JBL ആണ്. ഇത് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് നല്ല ആംബിയൻസിൽ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിക്കാം, പാട്ടൊക്കെ കേട്ടിട്ട് ആ ഒരു സെറ്റപ്പ്. ഇനി നമുക്ക് ആ റൂമിലൊരു ചെറിയൊരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ട് നമുക്ക് അത് കാണാടാ. പിന്നെ ഇതില് ഇവിടെ മെറ്റലിന്റെ ഒക്കെ ചെറിയ രൂപങ്ങളൊക്കെ ഉണ്ട്, കൃഷ്ണനൊക്കെ ആയിട്ടുള്ള. സോക്കേഴ്സിൽ കുറച്ച് നടരാജ വിഗ്രഹം അങ്ങനെ ആയിട്ടുള്ള നല്ല അടിപൊളി നല്ല വിലപിടിപ്പുള്ള വിഗ്രഹമാണ് കേട്ടോ ഇത് സംഭവം. ഇതാണ് നമ്മുടെ പറഞ്ഞ ഒരു തിയേറ്റർ. ഇവരെ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ള സംഭവം കേട്ടാ. ടിവികളൊക്കെ ഉണ്ടായിരുന്നു, ടിവികളൊക്കെ മാറ്റി ഇപ്പൊ പ്രൊജക്ടറാണ്. വൺ സെറ്റപ്പിലാണ് പ്രൊജക്ടർ. അപ്പൊ ഇതില് ബെഡ്, ഈ ബെഡ് ഉണ്ടാക്കിയത് ഇവർ തന്നെയാണ്. അപ്പൊ ഇത് ഉണ്ടാക്കിയതിന്റെ തന്നെ കാണിച്ചു തരാം. ഈ ആറയൊക്കെ ഇതുകൊണ്ട് വലിക്കല്ലേ ചെയ്യ അക്ഷയ്. ഇതാണ് കേട്ടോ സിസ്റ്റം. ഇപ്പൊ അവിടെ അത്യാവശ്യം സ്റ്റോറേജ് ഇതിന്റെ ഉള്ളില് ആൽബം കാര്യങ്ങളൊക്കെയാണ്. ഇതിന്റെ ഉള്ളിൽ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബോക്സിന്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ബോക്സ് ഒക്കെ എടുക്കാം. ഇതിന്റെ ഉള്ളിൽ സ്റ്റോറേജുകൾ അത്യാവശ്യം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിന്റെ മുകളിൽ 2 പേർക്ക് കിടക്കാം, 3 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം. പിന്നെ ഇതിന്റെ മുകളിൽ 2 പേർക്ക് കിടക്കാം. ഗസ്റ്റുകളൊക്കെ വരുമ്പോ കിടക്കാനായിട്ടുള്ള സെറ്റപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വിടും. അതൊരു മൾട്ടിവുഡ്, പ്ലൈവുഡ്, ഈ 2 മെറ്റീരിയൽ 2-3 മെറ്റീരിയലൊക്കെ ഉണ്ട് ഇതിന്റെ മുകളിൽ. ആ പീസ് ആയിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ കൊടുന്നിട്ട് സാധനം കിട്ടിയത് കട്ട് ചെയ്തിട്ട് ഇവരെല്ലാം ഒരു ചെറിയൊരു ഫ്രെയിം, ഒരു ഷോക്കേസ് പോലെ സെറ്റ് ചെയ്തിട്ടുള്ളതാ. ഇതിന്റെ മുകളിൽ ജിപ്സത്തിന്റെ മറ്റേ റീപ്പർ അടിച്ചിട്ടുണ്ട്, അലുമിനിയത്തിന്റെ സംഭവം. ഇത് നല്ല അടിപൊളിയായിട്ട് ചെയ്തത്. നല്ല അടിച്ച് ചുറ്റി കൊണ്ടൊക്കെ അടിച്ച് പ്ലെയറൊക്കെ ഇട്ട് സെറ്റാക്കി നല്ല നീറ്റാക്കിയിട്ട് വെച്ചേക്കണ്. പിന്നെ അടുത്ത് ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു പൂച്ചയുണ്ട്. നമ്മുടെ വീട്ടിലെ മിയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല. എൻ്റെ വീട്ടിലുള്ള ഒരു പൂച്ചയുടെ കുട്ടിയാണ്. അതിന്റെ മൂത്ത കുട്ടി അത് ഇവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂടാണിത്. അതിലിത് അവൾക്ക് മൂത്രമൊഴിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ഇതും, പിന്നെ ഫുഡ്, വെള്ളം കുടിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഫുഡ് കൊടുക്കാൻ അപ്പൊ അവളുടെ കൂടാണത്. അപ്പൊ ഇവിടെ അത്രയും കാര്യങ്ങളും. ഒരു AC ആണ് കേട്ടാ. കാരിയറിന്റെ ഒരു AC ആണ്, പഴയ മോഡൽ ഒരു AC. ആ AC അളിയന്റെ ഒരു കൂട്ടുകാരൻ കൊടുത്താണ്. അപ്പൊ ആ AC ഭിത്തി കട്ട് ചെയ്തിട്ട് അവിടെ ഇപ്പോഴത്തെ പുതിയ മോഡൽ എങ്ങനെയാണോ അതേപോലെ വെച്ച് സെറ്റാക്കിക്കുക. ഇത് ശരിക്കും ഓപ്പൺ ആയിട്ട് ജനലിന്റെ മുകളിൽ സെറ്റ് ചെയ്യുന്ന സംഭവമാണ്. ഇത് പക്ഷെ ഭിത്തി കട്ട് ചെയ്തിട്ട് അവിടെ സെറ്റാക്കിയിട്ട് വെച്ചുകൂട്ടാ. അതിന്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ അളിയൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ആണ് എന്നാലും സംഭവം സെറ്റായിട്ട് ചെയ്തത്. ഈ റൂമില് എന്താ പറയാ, എല്ലാം ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളാ. 2 ഫാന് മുകളിൽ 2 ഫാൻ, അതായത് ബെഡിലേക്ക് ഒരെണ്ണം കിട്ടാനും പിന്നെ അതിപ്പുറത്ത് ഈ ബെഡിലേക്ക് കിട്ടാനും. ഓക്കെ, അടുത്തത് നമുക്ക്
പ്രൊജക്ടർ. ഇത് ഓൺലൈനിൽ മേടിച്ച പക്ഷേ ഓൺലൈനിൽ മേടിച്ചിട്ടുള്ള ഈ സ്റ്റാൻഡ് ഇവരുടെ കലാവിരുദ്ധാണ് കേട്ടാ. ക്ലാമ്പുകൾ അത്യാവശ്യം ഇതിന്റെ മുകളില് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. റാക്കിന്റെ മുകളിൽ നിന്നാണ് സ്ക്രൂ വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. എങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റൂട്ടാ. ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി പ്രൊജക്ടർ ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരും അക്ഷയ്. ചെമ്മറിന്റെ മുകളിൽ കിടന്ന് കാണാവുന്ന രീതിയിലാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. അതായത് ബാത്റൂമാണ് ബാക്കില്. ആ ബാത്റൂമിന്റെ ഭിത്തിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ലൈറ്റ് ഓഫ് ചെയ്ത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ജനലിന്റെ കർട്ടൻ കൂടി ഇങ്ങോട്ട് കയറ്റിട്ടോ. അപ്പോ നല്ലപോലെ കാണാം. ശരിക്കും നൈറ്റ് ഒന്നുകൂടി ഇപ്പൊ ലൈറ്റ് കുറച്ച് കൂടുതലാണ്. നൈറ്റ് നല്ല രസമാട്ടോ. നിങ്ങൾ ഇന്നലെ ഇവിടെ ഫിലിം സൗണ്ട് കോപ്പിറൈറ്റ് വരും. അത് ഇവിടെ മറ്റൊരു ഹൈലൈറ്റ് ഇതാട്ടോ, ഞാൻ പറഞ്ഞല്ലേ. ഇവിടെ ഒരു വണ്ടി, അളിയന്റെ വണ്ടി തെങ്ങ് വീണിട്ട് കംപ്ലൈന്റ് ആയിട്ടായിരുന്നു. ഒരു പെട്ടി വണ്ടി ടാറ്റയുടെ. അപ്പോ അതിന്റെ ഫാനാണ് ഫാനാണിത്. ആ ഫാനൊക്കെ എക്സോസ്റ്റിനെ എടുത്തിട്ട് വെച്ചിട്ടുള്ളതാണ്. നല്ല എക്സോസ്റ്റ് ഫാനായിട്ട് നമ്മൾ വീടുകളിൽ വെക്കുന്ന എക്സോസ്റ്റ് ഫാനായിട്ട് നല്ല ഹൈ പവർ ആടാം. അപ്പൊ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ മൊത്തം. ബാക്ക് സൈഡ് ഉണ്ടോ? ബാക്ക് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീറ്റർ കഷ്ടമുള്ള ബാക്ക്. അപ്പൊ അത് മൊത്തം ഇന്റർലോക്ക് കാണിച്ചു. ഇന്റർലോക്ക് മൊത്തം ഇവര് പുറത്തുനിന്ന് സെക്കൻഡ്സ് ഇന്റർലോക്ക് കൊടുത്തിട്ട് ഇവർ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ കണ്ടോ ഈ കോവയ്ക്ക, ഇത് അത്യാവശ്യം വയസ്സായിട്ടുള്ള ഒരാളാട്ടോ. ഇവർക്ക് ഇതിന്റെ മുകളിന്ന് സീസൺ ഇല്ല എന്ന് പറഞ്ഞ പോലത്തെ കേസാ. ഇഷ്ടം പോലെ കോവക്കായാണ് ഇതിന്റെ മുകളിന്ന് പൊട്ടിച്ചിട്ട് ഇവർ ഉപ്പേരി വെക്കുക. അത്യാവശ്യം ഉണ്ടോ അതിന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കാവുന്ന രീതിയിലുള്ള തണ്ടാണ് ഇതിന്റെ തണ്ട്. പിന്നെ അതേപോലെ ആയുർജാക്കിന്റെ ഒരു ചെറിയൊരു പ്ലാവ് ഉണ്ട് കേട്ടോ. അതിന്റെ മുകളിൽ ചക്ക ഒരു ഉണ്ടായിട്ട് കിട്ടിയെന്നാ പറഞ്ഞ്. പിന്നെ അത്രയ്ക്ക് തന്നെയുള്ള ഇവിടെ ഇരുമ്പാമ്പുളി. ഇവർക്ക് അത്യാവശ്യം അച്ചാറിടാളും കാര്യങ്ങൾക്കുള്ള ഇരുമ്പാമ്പുളി, കറിയൊക്കെ വയ്ക്കാനുള്ള ഇരുമ്പാമ്പുളി ഇവിടെ ഉണ്ടാവും. അത്യാവശ്യം ഈ ചെറിയൊരു സ്പേസിൽ അവര് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്രയും ചെറിയ സ്ഥലത്ത് ഇത്രയും ക്രമീകരണങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് കേട്ടോ മൊത്തം. പിന്നെ മുകളില് വെള്ളം ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പുറത്തേക്കൊക്കെ ഇടാറ്. ഇവരതല്ല, ആ പൈപ്പ് വഴി അടിച്ചു കൊടുത്തിട്ട്, ഇതും പ്ലംബിങ് ചെയ്യണതും ഇവിടുത്തെ ചേട്ടൻ തന്നെയാണ്. നമ്മളിത് അടിച്ച് മതിലിന്റെ മുകളിൽ കൂടെയൊക്കെ തൊടുന്നിട്ട് കണ്ടോ, അതില് പൈപ്പ് കൂടെ വെള്ളം വന്ന് വീഴും ഇവിടെ ബക്കറ്റില്. അപ്പൊ ഇവിടുത്തെ ചെടികൾക്കൊക്കെ ഇവിടുന്ന് വെള്ളം എടുത്തിട്ട് ഒഴിക്കാൻ ഇവിടെ സ്റ്റോറേജ് ചെയ്ത് വെച്ചേക്കാണ് ബക്കറ്റില്. ഇവിടുന്ന് എടുത്ത് ചെടികൾക്കൊക്കെ ഒഴിക്കുകയും ചെയ്യും. അപ്പൊ ആ വെള്ളം പോലും വേസ്റ്റ് അല്ല. പിന്നെ ഇവിടെ ഇതാ അടുത്തത് മഴവെള്ള സംഭരണിയാണ് കേട്ടോ. മഴവെള്ള സംഭരണി ഇതാ 2 വലിയ 1000-ന്റെ ടാങ്കാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഇന്ന് വന്നിട്ട് ഇതിന്ന് ഔട്ട് പോണതാണ്. ഇപ്പൊ ഈ താഴത്തേക്കുള്ള ആവശ്യത്തിന് ഈ വാൽവ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് ആവശ്യത്തിന് എമർജൻസി ആയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ പൈപ്പിൽ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും എടുത്തിട്ട് ഉപയോഗിക്കാനായിട്ട് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇത് ഇവിടുത്തെ ടാങ്കിലേക്ക് വെള്ളം ഇല്ലാത്ത പൈപ്പ് ലൈൻ ആണല്ലോ. അപ്പൊ പൈപ്പ് ലൈനിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ മുകളിലേക്ക് ഈ ഫുട് വാൾവ് വഴി ടാങ്കിലിട്ടിട്ട് മോട്ടർ അടിച്ചിട്ട് മുകളിലേക്ക് കയറ്റും. ഇപ്പൊ എന്ന് വെച്ചാൽ പൈപ്പ് ലൈൻ ഉണ്ട്, ഓൾറെഡി വെള്ളം ഉണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് ഇവര് പുറത്തേക്ക് എടുത്തിട്ടേക്കാം. ഇതാണ് നമ്മൾ വണ്ടി. ഈ ഹിന്ദിക്കാരൊക്കെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കുപ്പി വെച്ചിട്ട് പ്രഷർ ഇല്ലാത്ത ടാപ്പിൽ നിന്ന് പ്രഷർ ആക്കിയിട്ട് നമ്മള് വണ്ടി കഴുകണ സംഭവം അത് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു കുപ്പിയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവര് 4 കുപ്പി വെച്ചിട്ടാണ് ഇത് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇത് വർക്കിംഗ് എന്തോരം ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഞാനിപ്പോ ഇത് കണ്ടപ്പോ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം. കണ്ട അതിന് മുകളിൽ ഗണ്ണൊക്കെ പിടിപ്പിച്ച് നമ്മൾ ഇതിന്റെ പൈപ്പിൽ പിടിപ്പിച്ചിട്ട് ഔട്ട് ഇതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രവർത്തനം നമുക്ക് ചോദിച്ചു നോക്കാം. ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇവിടുത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് മൊബൈൽ ഷോപ്പിലേക്ക് പോവാം, മുകളിലേക്ക്. മൊബൈൽ ഷോപ്പ് കേട്ടോ, അതായത് ഇവന്റെ മൊബൈൽ ഷോപ്പ്. അപ്പോൾ ആ മൊബൈൽ ഷോപ്പ് മൊത്തം വർക്ക് ചെയ്തത് ഇവർ തന്നെയാണ്. സാധനങ്ങളൊക്കെ ഈ പഴയ അത് കിട്ടുന്നത്, പൊളിക്കുന്നതൊക്കെ കിട്ടിയിട്ടുള്ളത് അതിന്റെ മുകളിൽ തന്നെ ഫ്രെയിം ചെയ്തെടുത്തിട്ടുള്ളതാണ് മൊബൈൽ ഷോപ്പ്. ഒരു റൂം പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള, ബാക്കിയുള്ളതൊക്കെ ഇവർക്ക് തുണി ഉണക്കാനും പിന്നെ ഇവിടെ പഴയ സംഭവങ്ങളൊക്കെ വെക്കാനും അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറേജുകളാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ മൊബൈൽ ഷോപ്പിൻ്റെ ഫ്രണ്ട്. ഈ ഗ്ലാസ് ഇവിടെ ഫ്ലാറ്റിൻ്റെ ഗ്ലാസ്സാണ്. ആ ഫ്രെയിം ഇവർ തന്നെ സെൽഫ് സ്ക്രൂ ഒക്കെ വെച്ച് അടിച്ച് പ്ലൈവുഡൊക്കെ വെച്ച് ചാനലും അത് ഒരു PVC ഷീറ്റാണ്. ആ ഷീറ്റൊക്കെ വെച്ചിട്ട് അടിച്ചിട്ടാണ് ഇവർ റൂം പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇതൊക്കെ ഇവർ രണ്ടാളുള്ള പരിപാടിയാണ്, അച്ഛനെയും മോൻ്റെ ഒക്കെ. അപ്പോൾ പുറത്തുനിന്നൊന്നും
ഇതിനുള്ളിൽ വാങ്ങി. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള കുറച്ച് മൊബൈലിൻ്റെ സംഭവങ്ങളൊക്കെ തന്നെ വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇവരെ കലാവിരുദ്ധമാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് കയറാം. കയറുമ്പോൾ നമ്മൾ ഒരു കൗണ്ടർ ഇടാം. ഇവൻ്റെ മെയിൻ സോൾഡറിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു കൗണ്ടറാണിത്. ഇതൊക്കെ അച്ഛൻ്റെയും മോൻ്റെയും കലാവിരുദ്ധമാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ പിന്നെ ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ട്, ഇവിടെ കസ്റ്റമർക്ക് വരുമ്പോൾ ഇരിക്കാനായിട്ടുള്ളൊരു ചെറിയൊരു സ്റ്റോറേജൊക്കെ മോഡലൊരു സംഭവം അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. സ്റ്റോറേജ് ഇത് പൊക്കി കഴിഞ്ഞാൽ പോകണു അല്ലേ? ആ യെസ്, സ്റ്റീലിൻ്റെ ഒക്കെ ഇതൊക്കെ വെച്ചിട്ട് അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പഴയകാല ഒരു റേഡിയോ പെട്ട സാധനം കേട്ടോ. അതൊക്കെ നമ്മുടെ കാലത്ത് പൊളിച്ച സാധനമാണിത്. പിന്നെ ഇതവിടെ മെയിനായിട്ടൊരു ഗണപതിയുടെ ചെറിയൊരു വിഗ്രഹം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ആംപ്ലിഫയറൊക്കെ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കംപ്ലീറ്റ്. പിന്നെ അത് മൊബൈൽ ഷോപ്പിൻ്റെ ആക്സസറീസ് ഐറ്റംസ്, ചെറിയൊരു കൂളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അതായത് ഷെൽഫുകൾ കംപ്ലീറ്റ് ഇവർ തന്നെ കംപ്ലീറ്റ്, ഒന്നും നോക്കാനില്ല, പുറത്തൊന്നും ഒന്നുമില്ല, എല്ലാം ഇവരുടെ പരിപാടികൾ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഒരു സ്റ്റോറേജ് അലമാര അതിവിടെ ഉണ്ടായിരുന്നിട്ടുള്ളതാണ് പഴയത്. ആ ഒരു സ്റ്റോറേജ് സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ഇതുണ്ട്. ഏതിൻ്റെ ഉള്ളിലല്ലേ? ആ, അതിൻ്റെ ഉള്ളിലൊരു സ്റ്റോറേജ് മൾട്ടിവുഡ് തന്നെയാണ് കേട്ടോ മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ എൻ്റെ സംഭവം കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്ന അതൊക്കെ ഒരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളതാണ്. സ്ക്രൂ ഒക്കെ വെച്ച് സെറ്റാക്കിയിട്ടുള്ള കേട്ടോ. PVC പൈപ്പ് 1.4 പൈപ്പ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുള്ള സെറ്റപ്പ് കേട്ടോ ഇതൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ അതിനെ പോലും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ലയാണ്. എല്ലാം അത്രയും സെറ്റപ്പായിട്ട് പശയൊക്കെ വെച്ചിട്ട് ഇവിടെ വേണ്ട സോൾവെൻറ്റും. പിന്നെ ഇതാ സോൾഡറിങ് സിസ്റ്റം, ഇതൊക്കെ ഇവര് സ്റ്റാൻഡൊക്കെ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോൾഡർ അയൺ വെക്കാനുള്ളതും ടൂൾസ് വെക്കാനുള്ളതൊക്കെ. ഓക്കെ, ഇത് എവിടെ ഉണ്ട് കേട്ടോ ചെറിയൊരു പൈപ്പ് വെച്ചിട്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് സംഭവം. ഒരു 3/4 ഇഞ്ചിൻ്റെ UPVC പൈപ്പാണ്. സ്ക്രൂ ഡ്രൈവറൊക്കെ ഐറ്റംസ് വെക്കാനായിട്ടുള്ളത്. ഫയല്, അതിൻ്റെ ക്ലിപ്പ്, ഓക്കെ, ഓയിൽ ക്യാനൊക്കെ വെക്കണത്. പുറത്തുനിന്നൊന്നും കാര്യമായിട്ട് മേടിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. അതേപോലെ തന്നെ ഈ ആക്സസറീസ് കംപ്ലീറ്റ് കംപ്ലീറ്റ് സ്ക്രൂ ചെയ്തിട്ട് ഇവർ തന്നെ പിടിപ്പിച്ചേക്കാണ് കംപ്ലീറ്റ്. ഇതിൻ്റെ മുതൽ മെറ്റലാന്ന് തോന്നുന്നു, മെറ്റലിൻ്റെ ആണിത്. മൾട്ടിവുഡ് അല്ല മോനത്. പട്ടാളത്തുനിന്ന് ഒരു ഫാൻ ഇവർക്ക് കിട്ടിയതാണ്. ഇതിൻ്റെ മോട്ടറിന് ചെറിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, കാല് പിന്നെ ഒടിഞ്ഞ് തൂങ്ങിയിട്ട് എടുക്കണത്. അപ്പോൾ അത് ഇവരെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടാ. അതിന് മോട്ടറൊക്കെ എന്തൊക്കെയോ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നൊക്കെ ശരിയാക്കി ആ ഫാൻ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലൊക്കെ ഓഫീസുകളിലൊക്കെ മൊത്തം ഈ ബെല്ലുണ്ടല്ലോ, ഭയങ്കരമായിട്ടുള്ളൊരു സ്പെഷ്യൽ ബെല്ലില്ലേ, ആ ബെല്ലാണ് ഇവിടെ സെക്കൻഡ് സോനും കിട്ടിയപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഇവിടെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ അടിയിൽ ആൾ വന്നിട്ടുണ്ടെങ്കിൽ അടിയിൽ നിന്ന് അടിക്കാനായിട്ട്, അടിയിൽ നിന്ന് കോളും ബെല്ലും ചെയ്താലാണ് ഇവിടേക്ക് വരുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് അടിച്ച് കാണിക്കാൻ സംഭവം. അക്ഷയ് അടിക്കുമോ? അടിയിൽ നിന്ന് അടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ ബെല്ല്. ആ ഓക്കെ. ഓ എന്തല്ലേ ഭയങ്കര സൗണ്ട് കേട്ടോ. മതി 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 മതി. ഓ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ കർമ്മ സൗണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ അപ്സ്റ്റെയറിൽ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതും പഴയത് ഫ്ലാറ്റിൽ നിന്ന് കൊടുന്നിട്ടുള്ളതാണ്, പഴയ പീസുകളാക്കിയിട്ട് കൊടുന്നിട്ടുള്ളത്. ഒക്കെ ജോയിന്റ് അടിച്ചിട്ട് പുറത്തുനിന്ന് 2 പേരെ വിളിച്ചു ഇത് വർക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത് ഒരാൾ കൊണ്ട് 2 ആൾ കൊണ്ട് നടക്കില്ല. മൊത്തം ഫ്രെയിമും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാനായിട്ട് ഷീറ്റ് എടുത്ത് കൊടുക്കാനൊക്കെ ആയിട്ടും ആ 2 പേരെ വിളിച്ചിട്ട് ഇത് മൊത്തം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. ഇത് നെറ്റ് ബോൾട്ട് ഉണ്ട്, കുറെയൊക്കെ നെറ്റ് ബോൾട്ടാണ്. പിന്നെ ഇത് ഹോൾ ചെയ്തിട്ട് പഴയ മോഡൽ ക്ലാമ്പ് ക്ലാമ്പ് വെച്ചിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ വയറിങ്ങും ആള് തന്നെയാണ്. ഇതിന്റെ മുകളിൽ കൂടെ പൈപ്പും കാര്യങ്ങളൊക്കെ അടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിന്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ആൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങളാണ്, പഴയ സംഭവങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി അടുത്ത വർക്കുകൾക്കൊക്കെ ഉള്ളത് ഇതിൽ ഇതാടാ. ഇവിടെ ഈ അലമാരയിൽ പഴയ സാധനങ്ങളാണ് മൊത്തം. ഇത് അടുത്ത വർക്കിനൊക്കെ ഉള്ളത് ഇവര് സൂക്ഷിച്ചു വെക്കണം. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇതിൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇടും. ഇവരത് അങ്ങനെയല്ല, അത്രയും നീറ്റായിട്ട് എല്ലാം സേഫായിട്ട് എടുത്ത് വെക്കും. പിന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് പുറത്തുനിന്നുള്ള വേസ്റ്റ് ആയിട്ടുള്ള കളയില്ല, കംപ്ലീറ്റ് അതെടുത്ത് സേഫായിട്ട് വെക്കും. അപ്പൊ നമ്മൾ ഈ വീഡിയോ വിളിച്ചത് വൈൻഡപ്പ് ചെയ്യാട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റും ചെയ്യുക. കമന്റ് നല്ലതാണെങ്കിൽ നല്ലതെന്നും പൊട്ടയാണെങ്കിൽ പൊട്ടയാണെന്നും പറയാട്ടോ.
അപ്പോ ഈ വീട്ടില് ഇത് പല വേസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളും അത് ഓരോ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഓക്കെ, നമ്മൾ വീഡിയോ നിർത്താൻ പോവാണ്. പിന്നെ ഇവിടെ നിന്ന് അതിന്റെ തൃശ്ശൂരാണ് നമ്മുടെ അളിയന്റെ വീട്. ഇതിന്റെ ബാക്കിൽ ഇതാ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ശോഭ സിറ്റി കാണാട്ടോ. ഇവിടുന്ന് ഒരു മാക്സിമം ഒരു 4 കിലോമീറ്റർ അത്ര ദൂരമേ ഉള്ളൂ ശോഭ സിറ്റിയിലേക്ക്. അതാ കാണുന്നു ശോഭ സിറ്റി. ഇവിടുന്ന് നല്ല വ്യൂ ആണ് ഇവിടെ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എന്തായാലും ഈ വീഡിയോ വെച്ച് നിർത്തുകയാണ്. ഓക്കെ.